പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന CPI നേതാവ് പി പ്രസാദ്. CPIയുടേത് തികച്ചും ന്യായമായ ആവശ്യമാണ്. CPIക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനമില്ലെന്ന തീരുമാനമില്ല. അന്യായമായി ഒന്നും CPI ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനൊരു ആവശ്യകത ഉന്നയിച്ചു. ആ ആവശ്യം ന്യായമാണ്, അംഗീകരിക്കേണ്ടത് അനിവാര്യമായ ന്യായമായ ഒരാവശ്യമാണ് CPI ഉന്നയിച്ചിരിക്കുന്നത്. CPI ഒരു കാലത്തും അന്യായമായതോ അനാവശ്യമായതോ ആയ ഒരു കാര്യവും ഇടതുപക്ഷ മുന്നണി മുമ്പാകെ ഉന്നയിച്ചിട്ടില്ല, ഉയർത്തിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും ന്യായമായതും അങ്ങേയറ്റം ആവശ്യകതയുള്ളതുമായ CPIക്ക് ലഭിക്കേണ്ടത്, ആവശ്യകത എന്ന് ലഭിക്കേണ്ടതാണ് എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരൊന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്ന തരത്തിലൂടെ ആവശ്യപ്പെട്ടത്. അത് അത്തരത്തിൽ കൂടിയാലോചനകളിലൂടെ ഇക്കാര്യത്തിനകത്ത് ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിലപാട് കടുപ്പിച്ച് ദേശീയ നേതൃത്വവും രംഗത്തെത്തി. ഉപനേതാവ് പദവി ന്യായമായ ആവശ്യമാണെന്ന് D. രാജയും പ്രതികരിച്ചു. That is a genuine demand from our party because our party is an important ally of LDF. Now LDF sits in the opposition and our party wants to be more active, wants to play more active role, holding the position of deputy leader. That's why our party has been asking. Still the issue is being discussed at state level. രാഹിസ് റഷീദ് മാതിൽ പാലോടും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം റഹീസിലേക്കാണ് പോകുന്നത്. റഹീസ്, പി പ്രസാദ് നിലപാടിൽ മാറ്റമില്ല എന്ന കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇനി ചർച്ചകളെ വേണ്ടതില്ല എന്നതാണ് CPM നിലപാട്. ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയാം എന്നതിനപ്പുറത്തേക്ക് ഒരു സമവായവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? മധു, അടുത്ത ദിവസങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട സമവായത്തിനുള്ള സാധ്യതകളില്ല. ഇനി ഞങ്ങളായി ഈ വിഷയത്തിൽ CPIയുമായി ഒരു ചർച്ചയ്ക്ക് ഓപ്പൺ ചെയ്യുന്നില്ല എന്നതാണ് CPIഎമ്മിൻ്റെ നിലപാട്. കാരണം ഈ വിഷയത്തിൽ CPIഎമ്മിന് പറയാനുള്ള കാര്യങ്ങൾ പലതവണയായി ബിനോയ് വിശ്വത്തോടും മറ്റ് CPI നേതാക്കളോടും പറഞ്ഞു കഴിഞ്ഞതാണ്. ഏറ്റവും അവസാനം TP രാമകൃഷ്ണൻ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ ഒരു ചർച്ച CPIഎമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. CPI ആണെങ്കിൽ അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, ബിനോയ് വിശ്വത്തിന് പിന്നാലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ ക്ലെയിം ഇതാണ്, അത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. വ്യത്യസ്തമായ സമരരീതിയിലേക്ക് ഇപ്പോൾ PM ശ്രീ വിഷയത്തിൽ സംസ്ഥാനം മുഴുവൻ 14 ജില്ലകളിലും CPIയോ CPIയുടെ വർഗ ബഹുജന സംഘടനകളോ സമരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നലെ തൃശ്ശൂരൊക്കെ സമരമുണ്ടായിരുന്നു. സച്ചിദാനന്ദനെ പങ്കെടുപ്പിച്ചാണ് അതുണ്ടായിരുന്നത്. കരിമണലുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി ഒരു മുന്നണി പോകേണ്ട സമയത്ത് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം സഹകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പവും സമരത്തിനടക്കം ഇല്ല എന്ന് തീരുമാനിച്ച് ഒരുമിച്ച് പോകുന്നതിന് പകരം ഒറ്റക്കൊറ്റയ്ക്ക് CPI മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇനി D. രാജ അടക്കമുള്ള ആളുകൾ ആവശ്യം വീണ്ടും ഉന്നയിക്കുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നതാണ് ഇനി ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ശരി രാഖി.